ഭൂരിപക്ഷത്തിലേക്ക് ഭൂരിപക്ഷം അന്നത്തെ സിറ്റുവേഷനിൽ അത് വിശ്വാസയോഗ്യമല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ ഭൂരിപക്ഷം പീരുമേട്ടിലെന്ന് പറഞ്ഞത് 7000 വോട്ട് ഭൂരിപക്ഷം. കഴിഞ്ഞ് ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നതോറും മുൻപോട്ട് കുതിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പരിശ്രമം, കൂത്തുവയസ്സായ പ്രവർത്തനം, ഐകമത്യത്തോടുള്ള പ്രവർത്തനം എല്ലാം മറന്ന് ഈ നിയോജകമണ്ഡലം 20 വർഷമായി കോൺഗ്രസ് നഷ്ടമെന്ന നിയോജകമണ്ഡലമാണ്. ഈ നിയോജകമണ്ഡലത്തിൽ ഒറ്റക്കെട്ടായുള്ള യുണൈറ്റഡായിട്ടുള്ള പ്രവർത്തനമാണ് മുൻപോട്ട് കുതിക്കാൻ കഴിയുന്നത്. ശ്രീ KK തോമസ്, സിറിയക് തോമസിൻ്റെ പിതാവ് ഇവിടെ MLA ആയിരുന്നു. അദ്ദേഹം ചെയ്ത സൽപ്രവർത്തികൾ ഒരുപാട് പേരുടെ കോൺഗ്രസ്സുകാരുടെ രക്തം വീണ മണ്ണാണിത്. ബാലുവിനെ പോലെ രക്തസാക്ഷിത്വം ആ രക്തസാക്ഷിത്വം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. ബാലുവിനെ പോലെ രക്തസാക്ഷികളെ സംഭാവന ഒപ്പനിക്ക് യോഗത്തിൽ മറ്റുവല മാതാവിൻ്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോഴുള്ള സ്റ്റേജിൽ മറ്റുവല കൂടിയ പൊതുസമ്മേളന സ്റ്റേജിൽ കയറിയാണ് മാർക്സിസ്റ്റ് കാപാലികന്മാർ അന്ന് ബാലുവിനെ INTUC ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ബാലുവിനെ കൊലപ്പെടുത്തിയത്. അതിനുള്ള തിക്താനുഭവം, അതിനുള്ള മറുപടി, ആ മറുപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10 സംവത്സരങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മുച്ചൂടും മുടിച്ച ഈ നിയോജകമണ്ഡലത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, കൂട്ടിയിട്ടിരിക്കുന്ന തോട്ടങ്ങൾ, അവരുടെ ബോണസിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ കൂലി വർധനയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലൊക്കെ ഒരു കാഴ്ചക്കാരായി പിണറായി സർക്കാർ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാഗ്ദാന ലംഘനങ്ങളുടെ പിതാവാണ് സഖാവ് പിണറായി വിജയൻ. ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു. കോടാനുകോടികളുടെ 12,000, 18,000 അങ്ങനെ കോടികൾ പ്രഖ്യാപിച്ചതല്ലാതെ അതൊന്നും നടപ്പിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. രണ്ടിട്ട് കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിയ ജനം അവരെ തിരിച്ചു വോട്ട് ചെയ്തു. എന്തിന് മാർക്സിസ്റ്റ് അനുഭാവികൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ സിറിയക് തോമസിന്റെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടി കളത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിംഹാസനങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ ചില മൂലകൾ അവരെ പതിറ്റാണ്ടുകളായി കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന അവരുടെ സിംഹാസനങ്ങളും അവരുടെ കോട്ടകൊത്തളങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുന്നത് പീരുമേട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആവേശം പകരുന്നു. ഇത് നിലനിർത്താൻ ശ്രീ സിറിയക് തോമസിന് കഴിയട്ടെ. വരുന്ന ഗവൺമെൻറ് എടുക്കുന്ന രാഷ്ട്രീയമായ സമീപനങ്ങൾ, ഭൂമി സംബന്ധിച്ചായിട്ടുള്ള പ്രശ്നങ്ങൾ, തോട്ടം തൊഴിലാളി മേഖലയിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് കുതിക്കാൻ ശ്രീ സിറിയക് തോമസ് പരിണിതപ്രജ്ഞനായ MLA ആകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അനുഭവമാണ് ഗുരു. ഒരുപാട് അനുഭവങ്ങൾ സിറിയക്കിനുണ്ട്. ഈ നിയോജകമണ്ഡലത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാൻ സിറിയക്കിന് ജഗദീശന് എല്ലാവിധമായ അനുഗ്രഹവും നൽകട്ടെ. ഇതിനുവേണ്ടി പ്രയത്നിച്ച ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകന്മാർ, കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകന്മാർ, UDFിൻ്റെ പ്രവർത്തകന്മാർ മുതൽ ഒരുപാട് ത്യാഗവും കണ്ണുനീരും കഷ്ടപ്പാടും പതിറ്റാണ്ട് ഞാൻ സൂചിപ്പിച്ചു. 20 വർഷത്തിന് ശേഷമാണ് ഈ സീറ്റ് നമുക്ക് ലഭിക്കുന്നത്. അതിനെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ സിറിയക്കിനും ജനാധിപത്യ വിശ്വാസികൾക്കും കഴിയട്ടെ. നാളുകൾ നമ്മൾക്കുള്ളതാണ്. ഈ നിയോജകമണ്ഡലം ഒരിക്കൽ കൂടി പുരോഗമനത്തിന്റെ പാതയിലൂടെ മുൻപോട്ട് കൊണ്ടുപോകാൻ